നമസ്കാരം. മലയാളി പ്രേക്ഷകർ റിലീസിനായി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ. നിരൂപകരുടെ വിമർശനം ഏറ്റുവാങ്ങിയ ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന് ലഭിച്ച വലിയ തിരിച്ചുവരവായിരുന്നു ലൂസിഫർ എന്ന പൃഥ്വിരാജ് ചിത്രം. 2019 ഇറങ്ങിയ ചിത്രം ഏതാണ്ട് 180 കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തത്. മാത്രമല്ല, ചിത്രം ഇറങ്ങി അതിന്റെ അവസാനം തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കുറിച്ചുള്ള സൂചനകളും തന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന്റെ മാസ് ഒരു ലുക്കിലായിരുന്നു സിനിമ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, എന്നായിരിക്കും ലൂസിഫർ 2 ഉണ്ടാവുക എന്ന്. അധികം വൈകാതെ പൃഥ്വിരാജ് തന്നെ അത് അപ്ഡേറ്റ് ചെയ്തു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ എന്ന പേരിൽ റിലീസ് ചെയ്യും എന്ന്. അതിന് പിന്നാലെയാണ് അതിന്റെ ഓരോ അപ്ഡേറ്റുകളും കാത്ത സിനിമാ പ്രേമികൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹിറ്റ് അനിവാര്യമാണ്. ജിത്തു ജോസഫിന്റെ നേരെ എന്ന ചിത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്തിടെ ഇറങ്ങിയ സിനിമകളൊന്നും മോഹൻലാലിന്റെ ഹിറ്റായി മാറിയതുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഇരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളതും വിജയസാധ്യതയുണ്ടെന്ന് കൽപ്പിക്കപ്പെടുന്നതും എമ്പുരാനാണ്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ്. എന്തായാലും കാത്തിരിപ്പുകൾക്ക് ഒരു വിരാമം വിട്ടുകൊണ്ട് L2 എമ്പുരാന്റെ ടീസർ ഇനി റിലീസാകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനുവരി 26 വൈകിട്ട് പുറത്തുവിടുമെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ പറയുകയായിരുന്നു. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ടീസർ റിലീസ് ചെയ്യുന്നതായിരിക്കും ഒരേ സമയം. ലൂസിഫറിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് ബിഗ് ബജറ്റ് ചിത്രമായ എമ്പുരാനെ കാത്തിരിക്കുന്നത്. ലൂസിഫറിനേക്കാൾ വലിയ മാർജിനിൽ ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത്. പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ചുള്ള എല്ലാ ചേരുവകളും കൂടാതെ ഒരു ഹോളിവുഡ് സിനിമ പോലെ ആകാംക്ഷ ജനിപ്പിക്കുന്ന രംഗങ്ങളും എമ്പുരാനിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാകും എമ്പുരാൻ എന്ന് നടനും പൃഥ്വിയുടെ സഹോദരനുമായ ഇന്ദ്രജിത്ത് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, തെന്നിന്ത്യയിലെ വമ്പൻ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് കൂടി സഹകരിക്കുന്നതോടെ ചിത്രത്തിന്റെ ലെവൽ വേറെയാകുമെന്ന് പ്രതീക്ഷയിലാണ് ആരാധകർ. ഇപ്പോൾ ലൂസിഫറിന്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കാൻ പൃഥ്വിരാജ് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ലൂസിഫറിന്റെ ക്ലൈമാക്സ് UAE റാസൽ ഖൈമയിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിലെ രംഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി റഷ്യയിൽ ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ലൊക്കേഷനുകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. എന്തു കാര്യവും പൃഥ്വി തീരുമാനിക്കുന്നതിന് മുൻപാണെങ്കിൽ പറഞ്ഞ് കറക്റ്റ് ചെയ്യിപ്പിക്കാം. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ലൊക്കേഷനും പൃഥ്വി നേരിട്ട് പോയി കണ്ടാണ് തീരുമാനിക്കുന്നത്. ചിത്രീകരിക്കേണ്ട രംഗത്തിലെ താരങ്ങളെക്കുറിച്ചും കളർ പാറ്റേണിനെ കുറിച്ചും നേരത്തെ തന്നെ പൃഥ്വിരാജിന് മനസ്സിൽ നല്ല ധാരണയുണ്ടാകും. റഷ്യയിലെ ചിത്രീകരണത്തിനുള്ള പെർമിഷൻ വാങ്ങിക്കൊടുത്തതല്ലാതെ അവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചത് പൃഥ്വിരാജ് നേരിട്ടാണെന്നും ആന്റണി പെരുമ്പാവൂർ പറയുകയാണ്. താൻ അവിടെ പോയിട്ടില്ല. ലൊക്കേഷനിലെ തണുപ്പിൽ ടെക്നീഷ്യന്മാരുടെ ജാക്കറ്റ് വരെ വാങ്ങിക്കൊടുത്തത് രാജുവാണ്. ആത്മാർത്ഥമായിട്ടാണ് പൃഥ്വി സിനിമയെ സമീപിക്കുന്നത്. അപ്പോൾ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി പൃഥ്വി ആവശ്യപ്പെടുന്നത് എന്ന് തന്നെയായാലും അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നും ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർത്തു. എന്തായാലും ആകാംക്ഷകൾക്ക് വിരാമം വിട്ടുകൊണ്ട് അതിന്റെ ടീസർ വരികയാണ്. ഈ ഒരു സിനിമ മോഹൻലാൽ എന്ന വലിയ നടന്റെ കരിയറിലും അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ പേരിലും വലിയൊരു ബ്രേക്ക് ത്രൂ ആയി മാറുമെന്ന് തന്നെ വിശ്വസിക്കാം.